ഹലോ നമസ്കാരം, എല്ലാവർക്കും 1+ അക്കാദമിയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഇന്ന് 9th കഴിഞ്ഞ് 10th എൻ്റർ ചെയ്തിരിക്കുകയാണ്. 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ടെൻഷനൊന്നും കൂടാതെ നല്ല രീതിയിൽ പഠിച്ച് ഓരോ കണ്ടൻറ്റും ക്ലിയറായി മനസ്സിലാക്കി മുമ്പോട്ട് പോവാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1ാമത്തെ ചാപ്റ്ററായ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും, പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. അതിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്, അതായത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. 9th നമ്മൾ പഠിച്ചിട്ടുള്ള 1ാമത്തെ ചാപ്റ്ററായ സ്ട്രക്ചർ ഓഫ് ആറ്റം അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ ഘടന, അതിൽ പഠിച്ച കുറച്ച് കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, നമ്മൾ 9th പഠിച്ചിട്ടുണ്ട് ഒരു ആറ്റത്തിന് ഒരു സെൻറ്റർ ഉണ്ടായിരിക്കും. സെൻറ്ററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയസ്. എല്ലാ ആറ്റത്തിനും അപ്പോൾ ഒരു സെൻറ്റർ ഉണ്ടാവും നമ്മൾ പറഞ്ഞു. സെൻറ്ററിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിലുള്ള രണ്ടാൾക്കാരാണ് പ്രോട്ടോണും ന്യൂട്രോണും. ഓക്കെ, ഈ ന്യൂക്ലിയസിന് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട്, അതായത് പ്രദക്ഷിണം ചെയ്യുന്നുണ്ട്. ഈ പ്രദക്ഷിണം ചെയ്യുന്ന ഒരു പാതയെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ റിവോൾവ് ചെയ്ത് ഈ പാത്തിനെ വിളിക്കുന്ന പേരാണ് ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റ്. ഓക്കെ, ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റ്. ഇവിടെ നമ്മൾ 4 ഷെല്ലുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കെ, എൽ, എം, എൻ. 4 ഷെല്ലുകളാണുള്ളത്. 1ാമത്തെ ഷെല്ല് കെ ഷെല്ലാണ്, 2ാമത്തത് എൽ, 3ാമത്തത് എം, നെക്സ്റ്റ് എൻ. നമ്മളിത് ഓൾറെഡി 9th പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ടാണ് നമ്മൾ 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഈ ഷെല്ലിൽ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് എനർജി ലെവൽ അല്ലെങ്കിൽ ഊർജ്ജനില. എനർജി ലെവൽ അല്ലെങ്കിൽ ഊർജ്ജനില നമ്മൾ 9ാം ക്ലാസ്സിൽ ഇതുവരെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. 10ാം ക്ലാസ്സിലേക്ക് കടക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഈ എനർജി ലെവൽ, അതായത് ഷെല്ലിൻ്റെ ഉള്ളിൽ എന്ത് വരുന്നുണ്ട്? സബ് എനർജി ലെവൽ വരുന്നുണ്ട്. അതായത് സബ് ഡിവിഷൻസ്, എനർജീൻ്റെ സബ് ഡിവിഷൻ അല്ലെങ്കിൽ ഉപ ഊർജ നിലകൾ വരുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് സബ്ഷെൽ. സബ് എനർജി ലെവൽ അല്ലെങ്കിൽ ഉപ ഊർജ നിലകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സബ്ഷെൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് 4 സബ്ഷെല്ലുകളാണുള്ളത്. എസ്, പി, ഡി, എഫ്. 4 ഷെല്ലുകൾ ഓൾറെഡി നമ്മൾ പഠിച്ചു. ഇപ്പോൾ പഠിക്കുന്നത് 4 സബ്ഷെല്ലുകളാണ്. 1ാമത്തെ സബ്ഷെല്ലാണ് എസ്, 2ാമത്തത് പി, 3ാമത്തത് ഡി, 4ാമത്തത് എഫ്. ഓക്കെ, ഷെല്ലുകളിൽ ഓരോ ഷെല്ലിലും, അതായത് കെ ഷെല്ലിൽ മാക്സിമം എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, എൽ, എം, എൻ ഇങ്ങനെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കെ ഷെല്ലിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് ആണ്, എല്ലിൽ 8 ഇലക്ട്രോൺസ്, എം 18, എൻ 32. അതേപോലെ നമുക്ക് സബ് ഷെല്ലിലും മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. 1ാമത്തെ സബ് ഷെല്ലായ എസ് സബ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് മാത്രമേ ഉൾക്കൊള്ളിക്കാൻ കഴിയൂ. ഓക്കെ, പി സബ് ഷെല്ലിൽ 6, ഡിയിൽ 10, എഫിൽ 14. ഇങ്ങനെയാണ് മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരുന്നത്. ഓക്കെ, നമ്മളിപ്പം എസ്സിൽ 3 ഇലക്ട്രോൺസ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതെന്താണ്? അത് റോങ് ആണ്. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. മാക്സിമം എത്ര മാത്രമേ എഴുതാൻ പാടുള്ളൂ? 2 ഇലക്ട്രോൺസ് മാത്രമേ എഴുതാൻ പാടുള്ളൂ. അപ്പം നമ്മൾ 1ാമത്തെ ഷെല്ലായ കെ ഷെല്ലിൽ ഒരു സബ് ഷെല്ല് ഉണ്ടായിരിക്കും, അതായത് 1ാമത്തെ സബ് ഷെല്ല് എസ്. 2ാമത്തെ ഷെല്ലായ എല്ലിൽ 2 സബ് ഷെല്ല് ഉണ്ടാവും, എസ്സും പിയും. 3ാമത്തെ സബ് ഷെല്ലായ എമ്മിൽ 3 സബ് ഷെല്ല് ഉണ്ടാവും, എസ്, പി, ഡി. 4ാമത്തെ ഷെല്ലായ എന്നിൽ 4 സബ് ഷെല്ലുകൾ ഉണ്ടായിരിക്കും, എസ്, പി, ഡി, എഫ്. ഈ ഓരോ സബ് ഷെല്ലും ഏത് ഷെല്ലിൻ്റെ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നമ്പർ വെച്ചാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ 1ാമത്തെ ഷെല്ലിൽ എസ് ആണെങ്കിൽ നമ്മൾ അതിനെങ്ങനെ എഴുതും? 1s. ഓക്കെ, 2ാമത്തെ ഷെല്ലിൽ എസ് ആണെങ്കിൽ എങ്ങനെ എഴുതാം? 2s. 3ാമത്തതാണെങ്കിൽ 3s. നെക്സ്റ്റ്, ഇനി പിൻ്റെ കേസിലാണെങ്കിൽ 1ാമത്തെ ഷെല്ലിൽ ഒരിക്കലും എന്ത് വരുന്നില്ല? പി വരുന്നില്ല. 1ാമത്തെ ഷെല്ലിൽ
എസ് മാത്രമേ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി പി എങ്ങനെ നമ്മൾ എഴുതാം? 2p 3p ഇതേ രീതിയിൽ എഴുതും. ഓക്കെ, ഇനി ഡി സബ്ഷെൽ എഴുതുന്ന കേസിൽ ഡി സബ്ഷെൽ ഒരിക്കലും എവിടെ വരുന്നില്ല? രണ്ടാമത്തെ ഷെല്ലിൽ വരുന്നില്ല. മൂന്നാമത്തെ ഷെല്ലിൽ നമ്മൾ എങ്ങനെ എഴുതാ? 3d. ഓക്കെ, ഇനി എഫിൻ്റെ കേസിൽ നമുക്കെങ്ങനെ എഴുതാം? 4f. ഈ രീതിയിലാണ് നമ്മൾ ഷെല്ലും സബ് ഷെല്ലും എഴുതുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതുക എന്നുള്ളത്. അതിന് തൊട്ട് മുന്നേ നിങ്ങൾ എന്തറിഞ്ഞിരിക്കണം? എങ്ങനെയാണ് ഇലക്ട്രോൺസ് ഓരോ സബ് ഷെല്ലിലും ഫില്ല് ചെയ്യുന്നത്. നമ്മൾ അതിന് കറക്റ്റ് ഓർഡർ ഉണ്ട്. ആ ഓർഡറിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത്. ഓക്കെ, ഈ ഏറോ മാർക്ക് പോകുന്നതിനനുസരിച്ചാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് എവിടെയാണ്? 1sലാണ് ഫസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് എങ്ങോട്ടേക്ക് വരും? 2sലേക്ക്. നെക്സ്റ്റ് വരുന്നത് 2p 3s. 3s കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് 3pയിലേക്കാണ്. 3p കഴിഞ്ഞ് ഏറോ മാർക്ക് ശ്രദ്ധിക്കണം, ഇവിടെ നിങ്ങൾക്ക് ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. 3p കഴിഞ്ഞാൽ 3dയിലേക്കല്ല ഫില്ല് ചെയ്യുന്നത്, പകരം 4sലേക്കാണ് ഫില്ല് ചെയ്യുന്നത്. 4sന് ശേഷമാണ് എന്ത് വരുന്നത്? 3d. ഇതുവരെ മാത്രമേ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പം നമുക്കതിൻ്റെ ഓർഡർ ഒന്ന് എഴുതി നോക്കാം. ഇതാണ് നമ്മുടെ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നതിൻ്റെ ഓർഡർ വരുന്നത്. ഫസ്റ്റ് 1s 2s 2p 3s 3p നെക്സ്റ്റ് 4s അതിനുശേഷം 3d. ഈ ഓർഡർ നിങ്ങൾ കറക്റ്റ് പഠിച്ചു വെക്കണം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഫസ്റ്റ് ചാപ്റ്ററിലെ ഒരു 80% നിങ്ങൾ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇതിനെ ബേസ് ചെയ്താണ് നമുക്ക് ഒരുപാട് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ, ഇതിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് എനർജി കുറഞ്ഞവരിക്കാണ് ഫസ്റ്റ് കൊടുക്കുക. ഓക്കെ, ഊർജം കുറഞ്ഞ ആൾക്ക് ഫസ്റ്റ് കൊടുക്കുക. ഏറ്റവും എനർജി ലോ ആയിരിക്കും ഫസ്റ്റ് വരുന്ന സബ് ഷെല്ലിനായിരിക്കും. അതായത് ഫസ്റ്റ് ഷെല്ലിനാണ് ഊർജം കുറവ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് 1sലായിരിക്കും. നെക്സ്റ്റ് 2s, എനർജി കുറഞ്ഞവർക്കായിരിക്കും ഫസ്റ്റ് കൊടുക്കുന്നത്. നെക്സ്റ്റ് കൂടി വരികയാണ് ചെയ്യുന്നത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് നമ്മൾ എഴുതാം. ഫോർ എക്സാമ്പിൾ, ഒന്നാമത്തെ എലമെൻറ്റ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1 ആണ്. അറ്റോമിക് നമ്പറും നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ ഒരു ഇലക്ട്രോണ് മാത്രമേ എവിടെ ഉണ്ടായിരിക്കൂ? ഹൈഡ്രജനിൽ ഉണ്ടായിരിക്കൂ. അപ്പോൾ അത് ഫസ്റ്റ് എങ്ങോട്ടായിരിക്കും ഫില്ല് ചെയ്യുന്നത്? ഒന്നാമത്തെ സബ് ഷെല്ലിലേക്ക്, അതായത് 1sലേക്കാണ് ഫില്ല് ചെയ്യുന്നത്. ഒന്നാമത്തെ ഷെല്ലിലെ എസ് സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? ഇവിടെ ഒരു ഇലക്ട്രോണല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു ഇലക്ട്രോൺ 1s1 ഇങ്ങനെയാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ, ലിത്തിയം. ലിത്തിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 3 ആണ്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എങ്ങനെ എഴുതുക? എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ശ്രദ്ധിക്കണം, 1sലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എസ്സിൽ മാക്സിമം എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും? 2 അല്ലേ? അപ്പോൾ 1s2. ബാക്കി എത്രയുണ്ട്? ടോട്ടൽ 3 ആണ് വേണ്ടത്. ഇവിടെ ഓൾറെഡി നമ്മൾ 2 എഴുതി. നെക്സ്റ്റ് എങ്ങോട്ട് പോവും? 1s കഴിഞ്ഞാൽ നെക്സ്റ്റ് എനർജി എവിടത്തേക്കാണ് കൂടുതൽ വരുന്നത്? 2sലേക്കാണ്. അപ്പോൾ ആ 2sൽ ബാക്കിയുള്ള ഇലക്ട്രോണ് 2sൽ ഫില്ല് ചെയ്യും. ശ്രദ്ധിക്കുക, ഈ 1 എന്ന് പറയുന്നത് ഷെൽ നമ്പർ ആണ്. എസ് എന്ന് പറയുന്നത് ഇവിടുത്തെ സബ് ഷെല്ലാണ്, അതായത് ഒന്നാമത്തെ ഷെല്ലിലെ എസ് സബ് ഷെൽ. ഇനി 2 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. സോഡിയം 11. എങ്ങനെ എഴുതാം? ഫസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് 1sലായിരിക്കും. 1sൽ മാക്സിമം 2 ഇലക്ട്രോൺ. നെക്സ്റ്റ് എങ്ങോട്ടേക്ക് പോവും? രണ്ടാമത്തെ ഷെല്ലിലെ എസ് സബ് ഷെല്ലിലേക്കാണ് പോകുന്നത്. എസ് സബ് ഷെല്ലിൽ നമുക്കറിയാം മാക്സിമം 2 ഇലക്ട്രോൺ മാത്രമേ എഴുതാൻ കഴിയൂ. നെക്സ്റ്റ് എങ്ങോട്ട് പോവും? 2s കഴിഞ്ഞാൽ ഓർഡർ നോക്കണം. 2p. 2pയിൽ മാക്സിമം എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസാ? 6 ഇലക്ട്രോൺസ് ആണ് വരുന്നത്. ഓക്കെ, 2p6. നെക്സ്റ്റ് എന്ത് വരും? ആഡ് ചെയ്ത് നോക്കാം. നമുക്ക് 11 ആണ് കിട്ടേണ്ടത്.
6 + 2 8 10 ബാക്കി എത്രയുണ്ട് 1 ഉണ്ട്. അതെങ്ങോട്ടേക്കാണ് പോകുന്നത് 3s പോവും. ക്ലിയർ? നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കാൽസ്യം 20. ഓക്കെ, ഇതെങ്ങനെ എഴുതാം? ഫസ്റ്റ് 1s2 2s2 2p6 3s2 3p6. നെക്സ്റ്റ് എങ്ങോട്ടാണ് പോവാ? ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. 6 + 4 10 10 + 2 12 16 വരെയായി. ഇനി ബാക്കി 2 എങ്ങോട്ടേക്ക് പോവും? 3p കഴിഞ്ഞാൽ നെക്സ്റ്റ് പോകേണ്ടത് 4s. ഓക്കെ, മാറിപ്പോവുള്ള 3Dയിലല്ല 4s ബാക്കിയുള്ള 2 ഇലക്ട്രോണ് ഫില്ല് ചെയ്യും. ഓക്കെ, ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. സ്കാൻഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 21 ആണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എങ്ങനെ എഴുതാം? 1s2 2s2 2p6 3s2 3p6 4s2 3d. 4s വരെ 20 ഇലക്ട്രോൺസ് ആയി. ബാക്കി ഒരു ഇലക്ട്രോൺ എങ്ങോട്ട് പോകും? 3Dയിലേക്കാണ് പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1 മുതൽ 30 വരെയുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇത്രയും എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളത് സിമ്പിളായിട്ട് എഴുതാൻ വേണ്ടി കഴിയും. ഓക്കെ, അപ്പോൾ ബാക്കി നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ദിവസം വീണ്ടും കാണാം.